ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണെന്നുള്ളത് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തെ നന്ദി പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ എനർജി, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് നമ്മളൊരു നമ്മുടെ ഒരു സ്കില്ലിനെ നമ്മൾ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് ചെയ്ത് അതിൽ മാസ്റ്ററി എടുക്കുന്ന ഒരു എനർജിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. അതായത് നിങ്ങൾ ഇന്നൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും ആ സ്കില്ല് ഡെവലപ്മെൻറ്റിലൂടെ നിങ്ങൾ ഏൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങളായിരിക്കും ആവർത്തിച്ച് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ചെയ്തു, അത് നമ്മളതിൽ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും അതേ കാര്യം ചെയ്യുമ്പോൾ നമുക്കതിലൊരു കോൺഫിഡൻസ് ഒക്കെ വരുന്ന ഒരു എനർജിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇനി നമ്മളൊരു കാര്യം പഠിക്കുന്നു, നമ്മളത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, അപ്പോഴും നമുക്ക് ഈ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് വരുന്നത്. അതായത് അതിൽ നമ്മൾ വി വിൽ ബിക്കം വെറ്ററാൻസ് എന്ന് പറയും. നമ്മളതിൽ ഒരു അഗ്രഗണ്യനാവുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതിൽ മാസ്റ്റർ നേടുക, അപ്രന്റീസ്ഷിപ്പ് ചെയ്യുക, അതിൽ നിന്ന് ഏൺ ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഇന്ന് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും, അപ്പോൾ എക്സ്ട്രാ ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ മറ്റുള്ളവരുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്യുവോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഓവർ ടൈം ചെയ്യുവോ ഒക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് ധാരാളം പണം വന്ന് ചേരുമെന്നാണ് കേട്ടോ പറയുന്നത്. കൂടുതൽ ജോലി ചെയ്താലും കുഴപ്പമില്ല, കൂടുതൽ പണം കിട്ടുമെന്നാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് കൂടുതൽ പണം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാർഡാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. ദെൻ ഫുൾ കാർഡാണ്. ഒരു ഡ്രീമറിനെ പോലെ, അതായത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു രീതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഒന്നും പ്രതീക്ഷയില്ലാതെ എവിടെയോ യാത്ര പോകുന്ന ഒരാളാണ് ഈ ഫൂൾ എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് പാസ്റ്റിൽ ഒരുപാട് ട്രോമാസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇവർക്ക് കുറേ ദൂരം മുന്നോട്ട് യാത്ര പോകാനുള്ളവരാണ്. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ പാസ്റ്റിനെയൊക്കെ നള്ളിഫ് ചെയ്തിട്ട് മുന്നോട്ട് യാത്ര പോകുന്ന ഒരു എനർജിയാണ് ഫൂൾ എന്ന് പറയുന്നത്. ഇതൊരു വളരെ നിഷ്കളങ്കമായൊരു യാത്രയാണ്. അതായത് ഒരുപാട് കളങ്കത്തിലൂടെയൊക്കെ പോയിട്ടുള്ളവരായിരിക്കും, ഒരുപാട് അനുഭവ സമ്പത്തുള്ളവരായിരിക്കും. പക്ഷേ ഇന്നേ ദിവസം പഴയതൊന്നും ഓർക്കുന്നില്ല, പുതിയതായിട്ട് ഒരു യാത്ര പോകുന്ന ഒരു എനർജിയാണ് ഫൂൾ. ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. ഇത് നമ്മുടെ മേജർ അർക്കാന കാർഡ്സിലെ ഫസ്റ്റ് കാർഡാണ്. അതായത് ജീവിത പാഠങ്ങളിൽ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക എന്നുള്ളത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ദൈവത്തിലാണോ അല്ലെങ്കിൽ ഏതൊരു ശക്തിയിലാണോ വിശ്വസിക്കുന്നത്, ആ ശക്തിയാണ് നിങ്ങളുടെ യൂണിവേഴ്സ്. നിങ്ങൾക്കുള്ളിലെ യൂണിവേഴ്സും നിങ്ങൾക്ക് പുറത്തുള്ള യൂണിവേഴ്സും അത് തന്നെയാണ്. ആ എനർജിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ എനർജി നിങ്ങളെ ഗൈഡ് ചെയ്യും എന്ന വിശ്വാസം, അടിയുറച്ച വിശ്വാസമാണ് ഒന്നാമത്തെ പാഠം. എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നോ അതിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് ഫൂൾ പറയുന്നത്. അപ്പോൾ ഫൂൾ വളരെ നിഷ്കളങ്കമായ ഒരു യാത്ര പോകുന്ന ഒരു ഡ്രീമറാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന രീതിയിൽ ഒരു യാത്ര പോകുന്ന, കിട്ടിയതെടുത്തുകൊണ്ട് യാത്ര പോകുന്ന ഒരു എനർജിയാണ് ഈ ഫൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും ഇന്നേ ദിവസം ഉള്ളത്. ഒരു യാത്രയുടെ എനർജി ഉണ്ട്, അതുപോലെ വളരെ നിഷ്കളങ്കമായിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റും എന്നൊരു എനർജി ഉണ്ട്. ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്, ഒരു പുതിയ ലൈഫിൻ്റെ ഒരു പുതിയ മേഖലയിലേക്ക്, ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നാണ് ഈ ഫുൾ കാർഡ് പറയുന്നത്. എന്തായാലും ഒരു യാത്ര കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് തീർത്ഥാടനം ആയിരിക്കാം, വളരെ റിസ്ക് ഉള്ളൊരു യാത്രയായിരിക്കാം, അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയായിരിക്കാം, ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം. എന്തായാലും ഒരു യാത്രയുണ്ട്. ക്വീൻ ഓഫ് കപ്സ് ആണ്. ഇത് ഒരുതരം ഹീലിങ്ങിൻ്റെ കാർഡാണ്. അതായത് ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടത് ആവശ്യകതയുണ്ട് നിങ്ങൾക്ക് എന്ന് മനസ്സിലാവുന്ന ഒരു കാർഡാണ് ക്വീൻ ഓഫ് കപ്പ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഉണങ്ങാത്ത കുറച്ച് മുറിവുകളുണ്ട്. അപ്പോൾ ഈ മുറിവുകൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഒന്നൊരു പാരമ്യതയിലെത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലത്തിലേക്ക് എത്താനോ പറ്റില്ല. കാരണം നിങ്ങളുടെ ഉള്ളിനുള്ളിൽ മുറിവ് ഉണങ്ങാതെ കിടക്കുകയാണ്. അപ്പോൾ ആ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ട് നിങ്ങൾക്കെന്ന് നിങ്ങൾ റിമൈൻഡ് ചെയ്യപ്പെടുന്ന ഒരു എനർജിയാണ്
ഈ ക്വീൻ ഓഫ് കപ്സ്. അതായത് ചിലപ്പോൾ പണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ വളരെ വേദനിച്ചൊരു കാര്യം ചിലപ്പോൾ ഇന്നേ ദിവസം വീണ്ടും ആവർത്തിക്കുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിൽ ഇപ്പോഴും ആ കാര്യം നിങ്ങൾ പഠിച്ചിട്ടില്ല, ആ പാഠം നിങ്ങൾ പഠിച്ചിട്ടില്ല, ആ മുറിവ് നിങ്ങൾക്ക് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഹീലിംഗ് ഇപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇതൊരു സെൽഫ് ലവിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുക, ഇതൊക്കെയാണ് ക്വീൻ ഓഫ് കപ്സ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് ഒരാളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ വളരെ പ്രണയാതുരമായിട്ടൊരു കാര്യത്തെ സ്നേഹിക്കുന്നു. അതൊരു വ്യക്തിയായിരിക്കാം, ഒരു സാധനമായിരിക്കാം, നിങ്ങളുടെ ഒരു ഇഷ്ടമായിരിക്കാം, ഒരു പാഷനായിരിക്കാം. അതിലേക്ക് നോക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തെ കയ്യിലെടുത്ത് വെച്ചിട്ട് അയ്യോ ഞാനിത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ച് വന്നത്, ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ വളരെ മിസ് ചെയ്യുന്നൊരു എനർജി ഉണ്ടല്ലോ. അതായത് ഞാൻ ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ അത് ചെയ്തില്ല, അപ്പോൾ ഇനിയെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരു തീരുമാനത്തിലേക്കൊക്കെ വരത്തില്ലേ, ആ ഒരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ്. അതായത് നമുക്ക് ഈ കപ്പ് എനർജികളിൽ അടച്ചു വെച്ചിട്ടുള്ള ഒരേ ഒരു കപ്പാണ് ക്വീൻ ഓഫ് കപ്പ്. അപ്പോൾ ആ കപ്പിലോട്ട് നോക്കിയിരിക്കുക എന്ന് പറയുമ്പോൾ ഇനി അത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇനി അതിനെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ അതിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, അതിനെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പുതിയ പാഷനെയൊക്കെ നമ്മൾ വളരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സ്. പിന്നെ ഇതൊരു മദർ എനർജിയാണ്. അപ്പോൾ എല്ലാവരോടും വളരെ ഒരു നിസ്സീമമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് നമുക്ക് ഉപകാരം ചെയ്യാൻ, അല്ലെങ്കിൽ ആരെങ്കിലും വന്നൊരു ഹെൽപ്പ് ചോദിച്ചാൽ നമുക്കതിനോടൊരു ഒരു ബുദ്ധിമുട്ടില്ലാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതാണ് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ ഇന്നൊരു മദർലി അഫെക്ഷനാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ വന്ന് നമ്മളോട് സങ്കടം പറയും, നമ്മളവരെ സമാധാനിപ്പിച്ചു വിടും. പക്ഷേ അതേ പ്രശ്നം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിലിരുന്ന് പറയാൻ ഇതേ പ്രശ്നം നിനക്കില്ലേ എന്ന് നമ്മളോട് ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മുടെ ഉള്ളിലെ മുറിവും ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ് കേട്ടോ. ഡെത്ത് കാർഡ് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡാണ്. ഇത് ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ. അപ്പോൾ അത് ഡെത്ത് കാർഡ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഒരു ചിലപ്പോൾ ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളൊന്ന് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ ഓവർകം ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അതൊക്കെയാണ് ഡെത്ത് പറയുന്നത്. അതായത് നമുക്ക് മുമ്പുണ്ടായിരുന്ന നമ്മളിൽ നിന്നും ഏറെ വ്യത്യസ്തരായ മറ്റൊരാളായിട്ട് നമ്മൾ പരിവർത്തനപ്പെടുവാണ്. അപ്പോൾ അത്തരത്തിലൊരു പരിവർത്തനം വെറുതെ ഒരു റോഡിലൂടെ നല്ല നിവർന്ന ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അവിടെ ഒരു പരിവർത്തനവും സംഭവിക്കുന്നില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം കുറുകെ ഒരു വണ്ടി കിടക്കുവോ അല്ലെങ്കിൽ ആ വഴിക്കൊരു വളവ് വരുവോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ വണ്ടിയൊക്കെ തിരിച്ചോടിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ലൈഫിനെ പോകുന്ന വഴിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു അഴിച്ചുപണി നടത്തുന്നതാവാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം വീടൊക്കെ വൃത്തിയാക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും സോർട്ട് ചെയ്ത് മാറ്റുന്നതായിരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഒരു ടൈം ടേബിളൊക്കെ തയ്യാറാക്കുക, ഒരു ചിട്ടയിലേക്കൊക്കെ വരിക. ഇതൊക്കെയാണ് ഡെത്ത് കാർഡ് പറയുന്നത് കേട്ടോ. ഡെത്ത് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളൊരു കാർഡാണെങ്കിലും ട്രാൻസ്ഫോർമേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ചിന്താഗതിയിലൊക്കെ മാറ്റം വരുത്തുന്ന ഒരു എനർജിയാണ് ഡെത്ത് കാർഡ് കേട്ടോ. അപ്പോൾ ഡെത്ത് ലിറ്ററലി ഡെത്ത് ആകാം, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയുള്ള മാരകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കേട്ടേക്കാം, ഷോക്കിംഗ് ന്യൂസുകളൊക്കെ കേട്ടേക്കാം. എന്നാലും നമ്മളിൽ ഒരു പരിവർത്തനം വരുത്തുന്ന കാർഡാണ് ഡെത്ത് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് 10 ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങൾ ഫാമിലി ലൈഫിൽ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഫാമിലി യൂണിയൻ്റെ കാർഡാണ്. ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് നിങ്ങൾ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ഫാമിലിയൽ ബോണ്ടേജുകൾ, സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലിയൽ ബോണ്ടേജിൻ്റെ ഒരു സ്നേഹം, സുഖമൊക്കെ അനുഭവിക്കുന്ന എനർജി ആവാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് കപ്സ്. ഇതൊരു ഫാമിലി യൂണിയനാണ്. അപ്പോൾ പലയിടത്തായിട്ടുള്ള ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതായിരിക്കാം, ഫാമിലി ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ഒരു ഫാമിലിയിൽ ഒരു ഹാപ്പിനെസ് ഒരുമിച്ച് ഷെയർ ചെയ്യുന്നതും അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് കപ്സ്. ഇതൊരു ഹാപ്പി എൻഡിങ് ആയിട്ടുള്ളൊരു കാർഡാണ്. അതുപോലെ ഫാമിലിയോടൊപ്പം നമ്മൾ ഫാമിലി എന്ന് ആരെയാണോ വിചാരിക്കുന്നത് അവരോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് 10 ഓഫ് കപ്സ്. ദെൻ 4 ഓഫ് പെൻറ്റക്കിൾസ്.
ഇത് പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക. അതായത് നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുവാണ്. മറ്റുള്ളവരിൽ നിന്നൊരു അകലം പാലിക്കുക, ഒരു സെക്ലൂഡഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുക. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇതൊരു പിശുക്കിൻ്റെ കാർഡാണ്. പിശുക്കെന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് പണം സ്പെൻഡ് ചെയ്യാതിരിക്കും. അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ വാങ്ങിക്കുന്നത് നമ്മൾ പിശുക്ക് കാണിക്കും. എന്നിട്ട് ആ പൈസ ഞാൻ സേവ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് വലിയ കാര്യങ്ങളെ കൊണ്ട് ആവശ്യമില്ലാതെ പണം സ്പെൻഡ് ചെയ്യും. അതാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് പണം സേവ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. പണം ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ആവശ്യത്തിന് പണം ഉണ്ടാവാതിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ പണം സ്വരുക്കൂട്ടി വെക്കണം എന്നുള്ളതാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് നമ്മളോട് പറയുന്നത്. പണം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അതായത് ആവശ്യത്തിന് മാത്രമേ ഇന്ന് പണം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ സ്ട്രെങ്ത് കാർഡാണ്. വയറിന് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. വയറെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പീരിയഡ്സ് പെയിൻ ആയിരിക്കാം, അല്ലാതെ വെറുതെ വയറുവേദന ആയിരിക്കാം. PCOD ഉള്ളവർക്ക് അതിൻ്റെ പ്രശ്നം, PCOS, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയോറിയ, ലൂസ് മോഷൻ, അതൊക്കെ ആയിരിക്കാം. വയറിന് ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം വയറിന് എന്തെങ്കിലും വയറുവേദനയൊക്കെ ഉള്ളവർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. അതാണ് സ്ട്രെങ്ത് പറയുന്നത്. മാത്രമല്ല നമ്മളിന്ന് സ്ട്രോങ് ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വഴി ശരിയല്ല, അപ്പം നമ്മുടെ ഡയറക്ഷൻ ഒന്ന് മാറ്റി പിടിക്കണം. അപ്പോൾ നമ്മൾ പോകുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ജീവിതം നമ്മളിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുമ്പോഴാണ് ഈ സ്ട്രെങ്ത് കാർഡ് വരുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഇന്നർ സ്കില്ലുകൾ അല്ലെങ്കിൽ ഇന്നറായിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ, അല്ലെങ്കിൽ സ്കില്ല് മാത്രമല്ല ഇന്നറായിട്ടുള്ള കുറച്ച് സ്വഭാവ സവിശേഷതകളിലൊക്കെ മാറ്റം വരുത്തേണ്ടുന്ന സമയമാണെന്നാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊരു സ്ട്രോങ് ആയിരിക്കാൻ ആവശ്യമുണ്ട്. പൈസ എന്ന ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണം ആവശ്യത്തിന് കരുതി വെക്കുക. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നൊരു ആവശ്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പണം കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ സമയത്ത് പൈസ ഇല്ലാതെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡബിൾ കാർഡാണ്. ഇത് ഡബിൾ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു എനർജി ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ചില കാര്യങ്ങളോടുള്ള അഡിക്ഷനാണ്. നമ്മൾ ചില കാര്യങ്ങൾ വല്ലാത്ത അഡിക്ഷൻ തോന്നുക. ചില ആളുകൾക്ക് നമ്മളോട് അസൂയ തോന്നുമ്പോഴൊക്കെ അവരുടെ നെഗറ്റിവിറ്റീസ് നമ്മളിലേക്ക് വരത്തില്ലേ. അതായത് അവർക്ക് നമ്മളോട് തോന്നുന്ന ചില അഡിക്ഷൻസ് ആണത്. അപ്പോൾ അഡിക്ഷനാണ്, മോസ്റ്റ്ലി ഇത് അഡിക്ഷനാണ്. നമുക്ക് ചില കാര്യങ്ങളോട് തോന്നുന്ന അഡിക്ഷൻ ആയിരിക്കാം, അല്ല ചില ആളുകൾക്ക് നമ്മളോട് തോന്നുന്ന കുശുമ്പ്, അസൂയ, അഡിക്ഷൻ, ഇതൊക്കെയും ഡബിൾ എനർജി ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ എനർജി അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്താലും നിങ്ങൾ മറ്റുള്ളവരോട് പറയണ്ട. അത് സംഭവിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറഞ്ഞിരുന്നാൽ മതി. അതാണ് ഡബിൾ എനർജി പറയുന്നത്. വല്ലാത്തൊരു ഒബ്സഷൻ അല്ലെങ്കിൽ അഡിക്ഷൻ ചില കാര്യങ്ങളോട് തോന്നുന്നു എന്നുള്ളതാണ് കേട്ടോ. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് വീടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുക, പല സോഴ്സിൽ നിന്ന് പണം വരിക. ഇന്ന് പണത്തിൻ്റെ സമൃദ്ധി കാണുന്നുണ്ട്. പല സോഴ്സിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതുപോലെ വീട്ടിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം പണം, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ഉപയോഗിക്കുക. പണം ഉപയോഗിക്കുക എന്നതിനേക്കാൾ പണം കൂടുതലായി വരികയും ആ വരുന്ന പണം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വീടിന് വേണ്ടി പ്രത്യേകിച്ച് പണം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ വ്യക്തിബന്ധങ്ങളിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് റിലേഷൻഷിപ്പിലായാലും അല്ലാത്ത റിലേഷൻഷിപ്പിലായാലും മറ്റുള്ള ആളുകളുടെ ഒരു സ്വാധീനമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, അതായത് നിങ്ങൾക്കിടയിൽ മറ്റുള്ള ആളുകൾ കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഒരു മൂന്നാമതൊരാളുടെ ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്കും കയറാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത് എന്നുള്ളതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ധാരാളം പണം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വീടിന് വേണ്ടിയിട്ടൊക്കെ പണം കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് റീപേയ്മെൻറ്റുകളോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ തിരിച്ചടവോ EMIകളോ ഒക്കെ തിരിച്ചടവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. 2 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥയാണിത്. ചിലപ്പോൾ നിങ്ങൾ ഇവിടെയും പോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് സോഡാണ്. അതായത് ഒരു ട്രാപ്പിംഗ് എനർജിയാണ്. നിങ്ങൾ
നമ്മൾ ട്രാപ്പിലായി പോവുക എന്നുള്ള ഒരു എനർജിയാണ്. അതായത് ചിലപ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത വിധം നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോവുക എന്നൊരവസ്ഥയാണ്. അത് ചിലപ്പോൾ നമ്മുടെ ചിന്താഗതികൾ കൊണ്ടായിരിക്കും, നമ്മൾ നെഗറ്റീവ് തോട്ട്സിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇത് കൂടുതലും നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്, നമ്മളാണ് ആക്ഷൻ എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. നമ്മൾ എന്തൊക്കെയോ സെൽഫ് ബിലീവിങ് ലിമിറ്റ്സിൽ അല്ലെങ്കിൽ ലിമിറ്റിംഗ് സെൽഫ് ബിലീവ്സിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ പറയുന്നതാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനല്ല, നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇവിടെ തീരുമാനമില്ലാതെ നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത്. ഇവിടെ തീരുമാനം എടുക്കേണ്ട ആൾ കണ്ണ് കെട്ടി നിൽക്കുക, കൈയും കെട്ടി നിൽക്കുക, ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. തീരുമാനം എടുത്ത് ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നേ ദിവസം തീരുമാനം എടുക്കേണ്ടതും ആക്ഷൻ എടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളാണ് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളെ നോക്കി കാണണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പം ഒന്ന് സൂക്ഷിക്കണം. ഡബിൾ കാർഡുണ്ട്. അതുപോലെ ഇവിടെ സ്ട്രെങ്ത് കാർഡും ഡബിൾ കാർഡും അടുത്ത് വരുന്നുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് ഇന്ന് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം അവിടെ മറ്റുള്ളവരുടെ സ്വാധീനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി അവിടെ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നവരൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, ഇത് ഡബിൾ കാർഡിൻ്റെ ക്ലാരിറ്റി എടുത്തപ്പോൾ വന്നത് 3 ഓഫ് പെൻറ്റക്കിൾസും പേജ് ഓഫ് സോഡ്സും ആണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചില കാര്യങ്ങളിൽ, അല്ലെങ്കിൽ മുൻപ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാർമിക്കാരുടെ ഒരു സിറ്റുവേഷനെ കൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ എന്താണ് മധ്യസ്ഥതയൊക്കെ സ്വീകരിച്ച് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നതോ, അല്ലെങ്കിൽ അവിടെ മൂന്നാമത് ആളുകളുണ്ട് എന്നറിയുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്നതാവാൻ സാധ്യതയുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ഒരു പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മറ്റാളുകളുടെ സ്വാധീനമായിരുന്നു എന്ന്, ചിലപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു, ഡബിൾ എനർജി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ മറന്നു പോകരുത്. പ്രത്യേകിച്ചും നിങ്ങളിപ്പോൾ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കും, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരാളൊരു മറുപടി പറഞ്ഞു തന്നു, പക്ഷേ നമുക്കതിലൊരു തൃപ്തി പോരെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുക. അപ്പോൾ തേർഡ് പാർട്ടി 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ ഗൈഡൻസും കൂടെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ആളുകളോട് ചിലപ്പോൾ നിങ്ങളിന്ന് ചോദിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? ഓക്കെ, ഫസ്റ്റ് കണ്ടു വന്നിട്ട് കോംപ്രമൈസ് ആണ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നങ്ങളെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇന്ന് മനസ്സിൽ എന്ത് ചിന്തയുണ്ടെങ്കിലും അതിനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഡോണ്ട് സ്റ്റോപ്പ് ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ കൊണ്ട് അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് നിങ്ങൾ എന്നാൽ അത് നിർത്തിയേക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് നിങ്ങളത് നിർത്താൻ പാടില്ല, നിങ്ങളത് മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നൊരു അബ്രപ്റ്റ് സ്റ്റോപ്പിംഗ് ഒക്കെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇന്നങ്ങ് നിർത്തിയേക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തരുത്, മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള അബണ്ടൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇന്ന് ധാരാളം പണം വന്ന് ചേരുമെന്നും അബണ്ടൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്നൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.